ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ 2023-24 വർഷത്തിലുള്ള സ്വരാജ് ട്രോഫി, അതുപോലെ മഹാത്മാ പുരസ്കാരം, അതുപോലെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്നിവയെക്കുറിച്ചുള്ള കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മന്ത്രി MP രാജേഷ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടത്തി അതിൻ്റെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനുമുമ്പ് നമുക്ക് എന്താണ് സ്വരാജ് ട്രോഫി എന്ന് നമുക്ക് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഭരണക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാനായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്തവണ അതുമായി ബന്ധപ്പെട്ട മാർക്കിടുന്ന സമയത്ത് അവർ ചില മാനദണ്ഡങ്ങൾ നോക്കി. അതെന്തൊക്കെയെന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാർ അനുവദിച്ച പദ്ധതി വിഹിതത്തിന് പുറമെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ പുരോഗതി, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിനിയോഗം, മാലിന്യ സംസ്കരണം തുടങ്ങിയവയും സ്വരാജ് ട്രോഫി നിർണയിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങളിൽ ഈ വർഷം ഉൾപ്പെടുത്തി. അപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ച പദ്ധതി വിഹിതത്തിൻ്റെ വിനിയോഗം പ്ലസ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പുരോഗതി പ്ലസ് കേന്ദ്രാവിഷ്കരണ പദ്ധതികളുടെ ഫണ്ട് വിനിയോഗം പ്ലസ് മാലിന്യ സംസ്കരണം എന്നിവയിലെ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഇതിന് മാർക്കിട്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. എല്ലാ വർഷവും സ്വരാജ് ട്രോഫി എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. അടുത്തത് മഹാത്മാ പുരസ്കാരം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിലുള്ളതാണെന്ന് അറിയാം. ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കുള്ളതാണ് എന്തെന്ന് പറയുന്നത്, മഹാത്മാ പുരസ്കാരം എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ മഹാത്മാ പുരസ്കാരം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കുള്ള ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാരമാണ് മഹാത്മാ പുരസ്കാരമെങ്കിൽ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്ത്? അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ മികവിനെ പരിഗണിച്ചുകൊണ്ട് നഗരസഭകൾക്കും കോർപ്പറേഷനും നൽകുന്നതാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്ന് പറയുന്നത്. എന്താണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം? അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിനെ പരിഗണിച്ചുകൊണ്ട് നഗരസഭകൾക്കും കോർപ്പറേഷനുകൾക്കും കൊടുക്കുന്ന അവാർഡാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്ന് പറയുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ട് കേട്ടോ. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ തൊഴിൽ നൽകുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ മഹാത്മാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ. ആ പദ്ധതിയുടെ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം നഗരങ്ങളിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഒരു വർഷം 100 ദിവസത്തെ തൊഴിൽ എന്നതാണ് മാനദണ്ഡം. അത് അവരപേക്ഷിക്കണം. ബാക്കി ഡീറ്റെയിലും തൽക്കാലം അതിലോട്ടൊന്നും കടക്കുന്നില്ല. നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് സമാനമായ നിയമം തന്നെയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് എങ്കിൽ ഇത് സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന നഗരപ്രദേശങ്ങളിലുള്ളവർക്കുള്ള തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം കൊടുക്കുന്നത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി വൃത്തിയായിട്ട് ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്കിൽ മഹാത്മാ പുരസ്കാരം കൊടുക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൃത്യമായി നടത്തുന്നവർക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഈ 3 സംഭവങ്ങൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന നമ്മളിപ്പോൾ പറയാൻ പോകുന്ന 3 അവാർഡുകൾ, ഈ അവാർഡുകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നോ? കാരണം നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് എന്ത് എവിടെ എങ്ങനെ ചോദിക്കും എന്നുള്ളത് നമുക്കാർക്കും ഒരു ഉറപ്പുമില്ലാത്ത സാധനമാണ്. ഒരു പ്രിലിംസിന്റെ പരീക്ഷയ്ക്കും വളരെ ടഫായിട്ടുള്ള, ആരും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. 18-19 തീയതികളിൽ കൊട്ടാരക്കരയിൽ നടക്കുന്ന സംസ്ഥാനതല തദ്ദേശ ദിന
ദിനാഘോഷം ഓർക്കണേടാ. അതായത് ഈ വർഷത്തെ സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് 18, 19 തീയതികളിലാണ് അവാർഡ് കൊടുക്കുന്നത്. അവാർഡ് കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളതും കൂടി അവിടെ മനസ്സിലാക്കി വെച്ചേക്കുക. ജസ്റ്റ് ആ വന്ന വാർത്തയിലെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി എന്നതേ ഉള്ളൂ. ഇനി നോക്കാം, നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് സ്വരാജ് പദ്ധതിയെ കുറിച്ചാണ്. സ്വരാജ് പദ്ധതി എന്ന് പറയുന്നത്, അല്ലെ സ്വരാജ് ട്രോഫിയെ കുറിച്ച് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിലും സംസ്ഥാന തലത്തിലാണ് അവാർഡ് കൊടുക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ 1ാം സ്ഥാനം കിട്ടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ്, 50 ലക്ഷം രൂപ കിട്ടും. 2ാം സ്ഥാനം കിട്ടുന്നത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ്, 40 ലക്ഷം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ അവാർഡ് തുകയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും അവർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 1ാം സമ്മാനം കിട്ടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന് 50 ലക്ഷവും 2ാം സമ്മാനം കിട്ടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് 40 ലക്ഷവുമാണ്. ഇത് സ്വരാജ് ട്രോഫിയുടെ ജില്ലാ പഞ്ചായത്ത് തലത്തിലുള്ളതാണ്. ഇനി അങ്ങനെയെങ്കിൽ സ്വരാജ് ട്രോഫിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് തലം. ഈ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ 1ാം സ്ഥാനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം കേട്ടോ. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം 50 ലക്ഷം തന്നെയാണ്. 2ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, തൃശ്ശൂരുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം, 40 ലക്ഷം. ഇനി 3ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ കാസർഗോഡുള്ള നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനാണ്. നീലേശ്വരം, കാവ്യാമാധവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ നീലേശ്വരമാണ് അല്ലേ. അപ്പൊ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനാണ് 3ാം സ്ഥാനം. സ്വരാജ് ട്രോഫിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള സംസ്ഥാന തലത്തിലുള്ള അവാർഡാണെന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെച്ചിട്ട് 1ാം സ്ഥാനം എങ്കിലും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ ഇവരൊരു സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോ. അടുത്ത് നോക്കിക്കോട്ടെ, സ്വരാജ് ട്രോഫിയുടെ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിലാണെങ്കിൽ 1ാം സ്ഥാനം ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കോട്ടയമാണ് കേട്ടോ, 50 ലക്ഷം കിട്ടും. വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഇനി 2ാം സ്ഥാനം എന്ന് പറയുന്നത് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം, 40 ലക്ഷം രൂപ കിട്ടും. 3ാം സ്ഥാനം എന്ന് പറയുന്നത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ. ഓക്കെ, അപ്പൊ സ്വരാജ് ട്രോഫി ഗ്രാമപഞ്ചായത്ത് അവാർഡ് സംസ്ഥാന തലത്തിലാണ് എടുക്കുന്നത്. 1ാം സ്ഥാനം കിട്ടുന്നതെന്ന് പറയുന്നത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കോട്ടയം, 2ാം സ്ഥാനം എന്ന് പറയുന്നത് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം, 3ാം സ്ഥാനം എന്ന് പറയുന്നത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ആണെന്ന് മനസ്സിലാക്കണം. 3ാം സ്ഥാനത്തിന് 30 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. ഇനി സ്വരാജ് ട്രോഫിയുടെ മുനിസിപ്പാലിറ്റി ലെവലിൽ നോക്കുമ്പോൾ അവിടെയും സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടുന്നത് ഗുരുവായൂർ നഗരസഭയ്ക്കാണ് 1ാം സ്ഥാനം കേട്ടോ. സ്വരാജ് ട്രോഫി മുനിസിപ്പാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഗുരുവായൂർ നഗരസഭയ്ക്ക് 1ാം സ്ഥാനവും, വടക്കാഞ്ചേരി നഗരസഭ തൃശ്ശൂരിൽ തന്നെയുള്ള വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് 2ാം സ്ഥാനവും. ഇനി 3ാം സ്ഥാനം എന്ന് പറയുന്നത് ആന്തൂർ നഗരസഭ കണ്ണൂരിന് 3ാം സ്ഥാനവുമാണ്. 1ാം സ്ഥാനം ഗുരുവായൂർ നഗരസഭയ്ക്കും, 2ാം സ്ഥാനം എന്ന് പറയുന്ന വടക്കാഞ്ചേരി നഗരസഭയ്ക്കും, 3ാം സ്ഥാനം എന്ന് പറയുന്ന ആന്തൂർ നഗരസഭയ്ക്കുമാണ് നമുക്കൊരു മുനിസിപ്പാലിറ്റി ലെവലിൽ നമ്മൾ എന്ത് ചെയ്തത്, അവാർഡ് കിട്ടിയത്. ഇവിടെ അതുപോലെ തന്നെയാണ് 1ാം സ്ഥാനം 50, 2ാം സ്ഥാനം 40, 3ാം സ്ഥാനം 30 ലക്ഷം രൂപ അവാർഡിന്റെ തുകയും അതുപോലെ സ്വരാജ് ട്രോഫിയും പിന്നെ സാക്ഷ്യപത്രവും അവർക്ക് കിട്ടുമെന്നുള്ള പോയിന്റ് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് സ്വരാജ് ട്രോഫി മുനിസിപ്പൽ കോർപ്പറേഷൻ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് കേട്ടോ. അപ്പൊ സ്വരാജ് ട്രോഫി മുനിസിപ്പൽ കോർപ്പറേഷൻ സംസ്ഥാന തലത്തിലാണെങ്കിൽ 1ാം സ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് 1ാം സ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ. ഇത്രയുമാണ് സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതെല്ലാം അവാർഡ് ഒരേ സമയം തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് കേട്ടോ, കൊടുക്കുന്നത് ഒരേ സമയം തന്നെയാണ്. ഇനി നോക്കാം, നമുക്ക് അടുത്ത മഹാത്മാ പുരസ്കാരത്തെ കുറിച്ച് നോക്കാം. മഹാത്മാ പുരസ്കാരമാണെങ്കിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് അതും സംസ്ഥാന തലത്തിലാണ്. 1ാം സ്ഥാനം എന്ന് പറയുന്നത് പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത്, തിരുവനന്തപുരത്തുള്ള പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിനാണ് മഹാത്മാ പുരസ്കാരത്തിൽ 1ാം സ്ഥാനം. മഹാത്മാ പുരസ്കാരം കൊടുക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിനെ കണക്ട് ചെയ്തുകൊണ്ടാണെന്നുള്ളത് മറക്കണ്ട. 2ാം സ്ഥാനം എന്ന് പറയുന്നത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ്, നേരത്തെ നമ്മൾ പറഞ്ഞു. 3ാം സ്ഥാനം എന്ന് പറയുന്നത് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പാലക്കാട്. അപ്പൊ മഹാത്മാ പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുമ്പോൾ 1ാം സ്ഥാനം പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരവും, 2ാം സ്ഥാനം എന്ന് പറയുന്നത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ 3ാം സ്ഥാനം എന്ന് പറയുന്ന അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പാലക്കാടുമാണെന്നത് മറക്കണ്ട. അടുത്തത് മഹാത്മാ പുരസ്കാരം മികച്ച ഗ്രാമപഞ്ചായത്ത്, അതും സംസ്ഥാന തലമാണ്. മികച്ച ജില്ലാതലത്തിൽ ചിലതുണ്ട് കേട്ടോ, അതിങ്ങനെ ഓരോ ജില്ലയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് തൽക്കാലം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. മഹാത്മാ പുരസ്കാരം മികച്ച ഗ്രാമപഞ്ചായത്തിലെ സംസ്ഥാന തലത്തിൽ നോക്കിയാൽ 1ാം സ്ഥാനം എന്ന് പറയുന്നത് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം. അപ്പൊ മഹാത്മാ പുരസ്കാരത്തിൽ 1ാം സ്ഥാനം മികച്ച ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത്, 2ാം സ്ഥാനം മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ, 3ാം സ്ഥാനം എന്ന് പറയുന്നത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം. അപ്പൊ മഹാത്മാ പുരസ്കാരത്തിലെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നോക്കുമ്പോൾ 1ാം സ്ഥാനം 3ാം സ്ഥാനവും തിരുവനന്തപുരം കൊണ്ടുപോയി. 2ാം സ്ഥാനം എന്ന് പറയുന്നത് മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ എന്നത് മനസ്സിലാക്കുക. ഇത്രയുമാണ് മഹാത്മാ പുരസ്കാരവുമായി ബന്ധപ്പെട്ടതെങ്കിൽ അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമാണ്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം മഹാത്മാ അയ്യങ്കാളി
നഗര തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട ബെസ്റ്റ് ആൾക്കാർക്കാണ് നമ്മളവിടെ കൊടുക്കുന്നത്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം കോർപ്പറേഷൻ സംസ്ഥാന തലത്തിലാണെങ്കിൽ 1-ാം സ്ഥാനം കൊല്ലം കോർപ്പറേഷൻ കൊണ്ടുപോയി. അപ്പോൾ കോർപ്പറേഷൻ തലത്തിലാണെങ്കിൽ 1-ാം സ്ഥാനം കൊല്ലം കോർപ്പറേഷൻ കൊണ്ടുപോയി. ഇനി മുനിസിപ്പാലിറ്റി സംസ്ഥാന തലത്തിലാണെങ്കിൽ 1-ാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭ തൃശ്ശൂറും 2-ാം സ്ഥാനം പട്ടാമ്പി നഗരസഭ പാലക്കാടും കൊണ്ടുപോയി. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം മുനിസിപ്പാലിറ്റി സംസ്ഥാന തലത്തിലാണെങ്കിൽ 1-ാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭ കൊണ്ടുപോയി തൃശ്ശൂറുള്ള, 2-ാം സ്ഥാനം എന്ന് പറയുന്നത് പട്ടാമ്പി നഗരസഭ പാലക്കാട് കൊണ്ടുപോയി. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം കോർപ്പറേഷൻ ലെവലിലാണെങ്കിൽ 1-ാം സ്ഥാനം കിട്ടിയത് ആരാണ്ട? കൊല്ലം കോർപ്പറേഷൻ ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് അക്ഷയം ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. ആ ബാച്ചിനകത്ത് നമുക്കറിയാം ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് LDCയുടെ സിലബസ് ആണ്. അപ്പോൾ LDCയുടെ സിലബസിലുള്ള A to Z സാധനങ്ങൾ നമ്മളെ ബാച്ചിനകത്തുണ്ട്. എല്ലാ ദിവസവും നമുക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. ആ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിനകത്ത് തന്നെ പോൾ രൂപത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് ചെയ്താലുള്ള ഒരു അവസരമുണ്ട്. അതായത് നമ്മൾ അന്നൊന്ന് പഠിച്ചതിൻ്റെ പോൾ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓരോ ആഴ്ചയും നിങ്ങൾക്ക് അവിടെ അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളുണ്ടാവും. അതുപോലെ എല്ലാ മാസവും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പരീക്ഷ ഉണ്ടാവും. ഒരു മെന്റർ സപ്പോർട്ട് കൃത്യമായിട്ടുണ്ടാവും. നിങ്ങൾ ഉഴപ്പുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അങ്ങോട്ട് വിളിക്കും. പരീക്ഷ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അങ്ങോട്ട് വിളിച്ച് നിങ്ങൾ പിന്നോട്ട് പോയാൽ നിങ്ങളെ മുന്നോട്ട് വഹിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്ന സൂപ്പറായിട്ടുള്ള നോട്ടുകളും അതിനെ പഠിപ്പിക്കുന്ന മികച്ച അധ്യാപകരും തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഇതിനുള്ള ഡെമോ ക്ലാസ്സുകളൊക്കെ അതിനകത്തുണ്ട്. ആ ഡെമോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കുറച്ച് കറണ്ട് അഫയർ സാധനവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.